ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് വൈകുന്നേരം ചായയ്ക്കൊപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആ ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇടത്തരത്തിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് അതിൻ്റെ പുറത്തോടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പുറം ഭാഗം കളറ് മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഗ്രേറ്റ് ചെയ്യാനൊക്കെ വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കില്ലേ, ഈ ഒരു ഗ്രേറ്ററിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നേരെ തന്നെ വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റണം കേട്ടോ. ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് നല്ലതുപോലെ പിഴിഞ്ഞ് തന്നെ നമ്മളിതൊന്ന് മാറ്റണം. ഇത് വേറൊരു ബൗളിലേക്ക് വെള്ളം ഇനി നമുക്ക് ആവശ്യമില്ല. ഇതിലെ കംപ്ലീറ്റ് വെള്ളവും പിഴിഞ്ഞ് നമുക്ക് മാറ്റാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലുണ്ടായിരുന്ന ആ കംപ്ലീറ്റ് വെള്ളവും ഞാനൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത് കേട്ടോ, ഇതേപോലെ അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട്. കൂടെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 2 പച്ചമുളകൊന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. ഒരുപാട് മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. കൂടെ തന്നെ അതേ അളവിൽ ഒരു 1/2 ടീസ്പൂണിന് അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ മൈദാ മാവും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരല്പം മല്ലിയിലയും കൂടി. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അതായത് ഇതിലേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളം തന്നെ ധാരാളം മതിയാവും. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഒരല്പം പോലും എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് തന്നെ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം ഉണ്ടാകേണ്ടത് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. കാരണം നമുക്ക് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ മുരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ കിട്ടണം. അതിൻ്റെ പേരിൽ അധികം വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം നമ്മൾ ആ ഉരുളക്കിഴങ്ങിലെ കംപ്ലീറ്റ് വെള്ളം ഫസ്റ്റിലേ തന്നെ ഒന്ന് പിഴിഞ്ഞ് മാറ്റണം. കഴിയുമെങ്കിൽ ഒരു കോട്ടൺ ടവലിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു വെള്ളം നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനിട്ട് ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മിക്സ് കുറച്ചായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ലൂസായിട്ട്, അതായത് ഒന്നെങ്കിലും ഒരു സ്പൂണിൽ കോരി ഒന്നും ചേർക്കാം എണ്ണയിലേക്ക്. അതെല്ലാം എന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് തന്നെ വളരെ ലൂസായിട്ട് ടൈറ്റായിട്ടൊന്നും ബോൾസ് ആക്കിയിട്ടൊന്നും അങ്ങനെ പിടിക്കരുത്. കാരണം അതിന് ഉൾഭാഗം വെന്ത് കിട്ടില്ല. നമുക്ക് നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞ് വേണം കിട്ടാനായിട്ട്. അതായത് നമ്മുടെ ഈ പൊട്ടറ്റോ ചിപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി മസാലകളൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ വലിയൊരു പ്രത്യേക രുചിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരല്പ സമയമെടുത്ത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇങ്ങനെ ധൃതി പിടിച്ച് നല്ല ഫ്ലെയിമൊക്കെ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കരിച്ചെടുക്കരുത്. ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ഒരു സൈഡ് കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിടുക അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. തിരിച്ച് മറിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, നമ്മളിതുപോലെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ലാസ്റ്റിൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്. അതായത് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആ ഒരു എണ്ണയൊക്കെ ഒന്ന് പുറത്ത് പോയി കിട്ടും. ഇതിൻ്റെ കളറൊന്നും ഇപ്പോൾ അധികം മാറിയിട്ടില്ല, പക്ഷേ നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ പക്കോടയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. വൈകുന്നേരം ചായക്കൊപ്പമോ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെറുതെയും കഴിക്കാം, അതെല്ലാം സൈഡായിട്ട് നമുക്ക് എന്തെങ്കിലും ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയാനുമില്ല. നല്ല ചൂട് ചായക്കൊപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.